ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ഉത്തർപ്രദേശിലെ രാമകൃഷ്ണ മിഷൻ സേവാശ്രമ ആശുപത്രിയിൽ പുതുതായി സ്ഥാപിച്ച ഓങ്കോളജി ബ്ലോക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ലോക വദനാരോഗ്യ ദിനം. മെച്ചപ്പെട്ട ദന്താരോഗ്യ ശീലങ്ങൾ വളർത്തിയെടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ. ടെഹ്റാനിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം. ഗൾഫ് മേഖലയിലെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ശക്തമാക്കി ഇറാൻ. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് രംഗം സജീവം. അവധി ദിനങ്ങളിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഉണ്ടായിരിക്കില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. വ്രതശുദ്ധിയുടെ നിറവിൽ ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. 2026 അണ്ടർ 23 ത്രിരാഷ്ട്ര ചാമ്പ്യൻഷിപ്പ് ഈ മാസം 25 മുതൽ അരുണാചൽ പ്രദേശിൽ നടക്കും. വാർത്തകൾ വിശദമായി. ഉത്തർപ്രദേശിലെ വൃന്ദാവനിൽ രാമകൃഷ്ണ മിഷൻ സേവാശ്രമ ആശുപത്രിയിൽ പുതുതായി സ്ഥാപിച്ച നന്ദകിഷോർ സോമാനി ഓങ്കോളജി ബ്ലോക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്തു. ക്യാൻസർ പരിചരണ സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ഓങ്കോളജി ബ്ലോക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ബ്ലോക്കിൽ നൂതന റേഡിയോ തെറാപ്പി, ആധുനിക രോഗനിർണയ സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം വയോധികരുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും പരിചരണത്തിനായി പ്രവർത്തിക്കുന്ന വാത്സല്യ ഗ്രാം ക്ഷേമ സംഘടന ശ്രീമതി മുർമു സന്ദർശിക്കും. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി ടെലിഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിനും ഖത്തർ ജനതയ്ക്കും ഈദ് ആശംസകൾ നേർന്നു. ഇന്ത്യ ഖത്തറിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും മേഖലയിലെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കുകയും ചെയ്യുന്നുവെന്ന് സാമൂഹിക മാധ്യമ പോസ്റ്റിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യൻ സമൂഹത്തിന് ഖത്തർ നൽകുന്ന പിന്തുണയ്ക്ക് അദ്ദേഹം നന്ദി അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതവും സ്വതന്ത്രവുമായ ഗതാഗതത്തിന് വേണ്ടിയാണ് ഇന്ത്യയും ഖത്തറും നിലകൊള്ളുന്നതെന്നും ശ്രീ നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു. മെച്ചപ്പെട്ട ദന്താരോഗ്യ ശീലങ്ങൾ വളർത്തിയെടുക്കാൻ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ലോക വദനാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് സമൂഹ മാധ്യമത്തിലൂടെ നൽകിയ സന്ദേശത്തിൽ ഇത്തരം ശീലങ്ങൾ വളർത്തിയെടുക്കാൻ കുടുംബങ്ങൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. വദന ശുചിത്വം, ദന്താരോഗ്യം എന്നിവ സംബന്ധിച്ച് അവബോധം വളർത്തുന്നത് ലക്ഷ്യമിട്ടാണ് മാർച്ച് 20 ലോക വദന ആരോഗ്യ ദിനമായി ആചരിക്കുന്നത്. ഗൾഫ് മേഖലയിലെ സംഘർഷത്തെ തുടർന്നുണ്ടായ പാചകവാതക ദൗർലഭ്യത്തിൽ ആശങ്കയറിയിച്ച ഇന്ത്യ. LPG വിതരണം ആശങ്കാജനകമാണെന്ന് ന്യൂഡൽഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. നിലവിൽ ഗാർഹിക ഉപഭോക്താക്കൾക്കാണ് മുൻഗണന നൽകുന്നത്. LPG വിതരണ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നതായും ശ്രീ രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. Shipping routes have been impacted. Supply of LPG is a matter of concern. Therefore, we are prioritizing domestic consumption, domestic consumers first. Their needs will be taken care of. We are also trying to diversify our sources, looking for LPG supply from other parts of the world. And we'll do our best to secure our energy security needs. ഇസ്രയേൽ ഇറാൻ യുദ്ധം രൂക്ഷമാകുന്നതിനിടെ ടെഹ്റാനിൽ ഇസ്രയേലിന്റെ വ്യോമാക്രമണം. ഇറാനിൽ നൌറൂസ് ആഘോഷം പുരോഗമിക്കുന്നതിനിടെയാണ് ആക്രമണം. ഇറാനിലെ പ്രധാന വാതക മേഖല ആക്രമിക്കില്ലെന്ന് ഇസ്രയേൽ അറിയിച്ചെങ്കിലും പിന്നാലെയായിരുന്നു നീക്കം. അതേസമയം ഗൾഫിലുടനീളമുള്ള ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഇറാൻ ശക്തമാക്കി. ഈദുൽ ഫിത്തർ പ്രാർത്ഥനയ്ക്കിടെ ഉണ്ടായ ആക്രമണത്തെ വ്യോമ പ്രതിരോധ സേന തടഞ്ഞെങ്കിലും ഇന്ന് പുലർച്ചെയോടെ ദുബായിലും സ്ഫോടനങ്ങളുണ്ടായി. വിദേശ വിദ്യാർത്ഥികൾക്കായുള്ള തൊഴിൽ പദ്ധതി സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി അമേരിക്കൻ പാർലമെന്റിൽ പുതിയ ബിൽ അവതരിപ്പിച്ചു. ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിംഗ് പ്രോഗ്രാം നിർത്തലാക്കിയേക്കുമെന്ന് നവംബറിൽ ട്രംപ് ഭരണകൂടം സൂചന നൽകിയതിന് പിന്നാലെയാണ് ഈ നീക്കം. ഇന്ത്യയിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള വിദേശ ബിരുദധാരികളെ രാജ്യത്ത് നിലനിർത്താനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പഠന വിഷയവുമായി ബന്ധപ്പെട്ട പ്രായോഗിക പരിചയം നേടാൻ വിദ്യാർത്ഥികളെ അനുവദിക്കുന്ന ഈ പദ്ധതിക്ക് കൂടുതൽ വ്യക്തതയും ഉത്തരവാദിത്വവും നൽകാൻ നിയമനിർമ്മാണം സഹായിക്കും. ഡൽഹിയിൽ കനത്ത മഴയും ഇടിമിന്നലും പ്രതീക്ഷിക്കുന്ന പശ്ചാത്തലത്തിൽ യാത്രാ നിർദ്ദേശം പുറത്തിറക്കി ഇൻഡിഗോ എയർലൈൻസ്. വിമാനത്താവളത്തിലേക്ക് യാത്ര തിരിക്കും മുൻപായി ഏറ്റവും പുതിയ അറിയിപ്പുകൾ പരിശോധിക്കണം. മോശം കാലാവസ്ഥയാണെങ്കിൽ വിമാന സർവീസുകൾ റദ്ദാക്കാനുള്ള സാധ്യതയുണ്ടെന്നും ഇൻഡിഗോ സമൂഹമാധ്യമത്തിലൂടെ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്.
3 മുന്നണികളും സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയതോടെ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് രംഗം സജീവമായി. കോൺഗ്രസ് 37 സീറ്റുകളിലെ രണ്ടാം പട്ടിക ഇന്നലെ രാത്രി പുറത്തുവിട്ടു. LDFന്റെ സ്ഥാനാർത്ഥി പട്ടികയും പൂർണ്ണമായി. NDA ഘടകകക്ഷിയായ BDJS മത്സരിക്കുന്ന 23 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളായി. പാർട്ടി സ്ഥാനാർത്ഥികൾ മിക്കവരും റോഡ് ഷോകൾ സംഘടിപ്പിക്കുകയാണ്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ അവധി ദിനങ്ങളിൽ സ്വീകരിക്കില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേർക്കർ അറിയിച്ചു. ഈ മാസം 23 വരെ പത്രിക സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന 24 നടക്കും. നാമനിർദ്ദേശ പത്രികകൾ 26 വരെ പിൻവലിക്കാം. കേരളം, പുതുച്ചേരി, അസം എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 9 നടക്കും. മെയ് 4 വോട്ടെണ്ണൽ. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കാൻ തിങ്കളാഴ്ച വരെ സമയം. ഈ വർഷം ജനുവരി 1 18 വയസ്സ് പൂർത്തിയായിട്ടും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരള കർണാടക അതിർത്തിയിൽ പരിശോധന കർശനമാക്കി. ഇലക്ഷൻ ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചുകൊണ്ട് സ്റ്റാറ്റിക് സർവൈലൻസ് ടീമിന്റെ നേതൃത്വത്തിലാണ് പരിശോധന തുടങ്ങിയത്. ലഹരി വസ്തുക്കൾ, കള്ളപ്പണം, ആയുധം, സ്ഫോടക വസ്തുക്കൾ എന്നിവയുടെ കടത്ത് തടയുന്നതിനാണ് പരിശോധന. വ്രതാനുഷ്ഠാനവും പ്രാർത്ഥനകളും സജീവമാക്കിയ റംസാൻ മാസത്തിലെ ദിനരാത്രങ്ങൾക്കൊടുവിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. രാവിലെ മസ്ജിദുകളിലും വിവിധ ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. വിശദാംശങ്ങളിലേക്ക്. പരസ്പരം ആശംസകൾ നേർന്നും ബന്ധുക്കളെ സന്ദർശിച്ചും ചെറിയ പെരുന്നാൾ ദിനം ചെലവിടുകയാണ് വിശ്വാസികൾ. ഗൾഫ് രാജ്യങ്ങളിലും ഇന്നാണ് ചെറിയ പെരുന്നാൾ. സംഘർഷ പശ്ചാത്തലത്തിൽ ഗൾഫിൽ ഈദ്ഗാഹിനും പൊതുസ്ഥലത്തെ ഒത്തുചേരലിനും നിയന്ത്രണമുണ്ട്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നാളെയാണ് ഈദുൽ ഫിത്തർ. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ഈദ് നമസ്കാരത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പാളയം ഇമാം VP സുഹൈബ് മൌലവി ഈദ് നമസ്കാരത്തിന് നേതൃത്വം നൽകി. പെരുന്നാളിന്റെ സന്ദേശം എന്നത് സമാധാനത്തിന്റെ സന്ദേശം കൂടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് ചക്കാലക്കൽ സ്കൂൾ ഗ്രൌണ്ടിൽ നടന്ന ഈദ്ഗാഹിന് ഹുസൈൻ മടവൂർ നേതൃത്വം നൽകി. മനുഷ്യസ്നേഹവും സൌഹാർദ്ദവുമാണ് പെരുന്നാളിന്റെ പൊരുളെന്ന് അദ്ദേഹം പറഞ്ഞു. മലപ്പുറത്ത് മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ നടന്ന സംയുക്ത ഈദ്ഗാഹിന് ശിഹാബ് പൂക്കോട്ടൂർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. 2026 അണ്ടർ-23 ത്രിരാഷ്ട്ര ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം സുനിൽ ഛേത്രി പങ്കെടുക്കും. ഈ മാസം 25, 28, 31 തീയതികളിൽ അരുണാചൽ പ്രദേശിലാണ് മത്സരം. ഇന്ത്യ, ഭൂട്ടാൻ, തജിക്കിസ്ഥാൻ എന്നീ 3 ടീമുകളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. 2028 ലോക ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ഇന്ത്യ വേദിയാകും. പോളണ്ടിൽ നടന്ന ലോക അത്ലറ്റിക് കൌൺസിൽ യോഗത്തിലാണ് തീരുമാനം. ഒഡീഷയിലെ കലിംഗ സ്റ്റേഡിയം കോംപ്ലക്സ് ആയിരിക്കും പ്രധാന വേദി. ഈ വർഷത്തെ ചാമ്പ്യൻഷിപ്പിന് ഇന്ന് പോളണ്ടിൽ തുടക്കമാകും. ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 653 പോയിന്റ് ഉയർന്ന 74,860-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 216 പോയിന്റ് ഉയർന്ന 23,218-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. ഗ്രാമിന് 60 രൂപ വർദ്ധിച്ച് 13,835 രൂപയും പവന് 480 രൂപ കൂടി 1,10,680 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യത്തെ വിവിധ ഗവേഷണ സ്ഥാപനങ്ങളുടെ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന റിസർച്ച് ആൻഡ് ടെക്നോളജി കോൺക്ലേവ് 2026 തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. ശ്രീജിത്ത് തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയുടെ പൂജപ്പുരയിലെ ബയോമെഡിക്കൽ ടെക്നോളജി വിഭാഗത്തിലാണ് പരിപാടി. ശാസ്ത്രജ്ഞർ, യുവ ഗവേഷകർ, വ്യവസായ മേഖലയുടെ പ്രതിനിധികൾ തുടങ്ങിയവർ കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട്. കോൺക്ലേവ് ഇന്ന് സമാപിക്കും. മുംബൈയിലെ ഛത്രപതി ശിവാജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 64 കോടിയോളം രൂപ വിലമതിക്കുന്ന ഹൈഡ്രോപോണിക് കഞ്ചാവ് പിടികൂടി. ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിദേശിയടക്കം 4 പേരെ കസ്റ്റംസ് വകുപ്പിന്റെ എയർ ഇന്റലിജൻസ് വിഭാഗം അറസ്റ്റ് ചെയ്തു. ബാങ്കോക്കിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന കഞ്ചാവാണ് പരിശോധനയ്ക്കിടെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തത്. കുരുവികളെ സംരക്ഷിക്കുക, പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന സന്ദേശവുമായി ഇന്ന് ലോക കുരുവി ദിനം. പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ ചെറിയ കുരുവികൾക്ക് പ്രധാന പങ്കുണ്ട്. വംശനാശത്തിലേക്ക് അടുക്കുന്ന കുരുവികളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ വർഷവും മാർച്ച് 20 ലോക കുരുവി ദിനമായി ആചരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഉത്തർപ്രദേശിലെ രാമകൃഷ്ണ മിഷൻ സേവാശ്രമ ആശുപത്രിയിൽ പുതുതായി സ്ഥാപിച്ച ഓങ്കോളജി ബ്ലോക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ലോക വദനാരോഗ്യ ദിനം. മെച്ചപ്പെട്ട ദന്താരോഗ്യ ശീലങ്ങൾ വളർത്തിയെടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ. ടെഹ്റാനിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം. ഗൾഫ് മേഖലയിലെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ശക്തമാക്കി ഇറാൻ. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് രംഗം സജീവം. അവധി ദിനങ്ങളിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഉണ്ടായിരിക്കില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ.
വ്രതശുദ്ധിയുടെ നിറവിൽ ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. 2026 അണ്ടർ 23 ത്രിരാഷ്ട്ര ചാമ്പ്യൻഷിപ്പ് ഈ മാസം 25 മുതൽ അരുണാചൽ പ്രദേശിൽ നടക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.